എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശരൺജി ഗോവിന്ദ്. എന്നെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. പനി ആയതുകൊണ്ടാണ് വീഡിയോ കുറച്ച് നേരം എൻ്റെ ചാനൽ നിർത്തി വെച്ചത്. ചാനലല്ല, ഞാൻ കുറച്ച് നാളായി വീഡിയോ ഒന്നും വിട്ടില്ല. നിങ്ങളോട് കാര്യം പറയാം. അവഞ്ചേഴ്സിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ ഇടുന്നില്ലേ, ആ വീഡിയോ ഇടുന്നത് ഞാനല്ല. വേൾഡ് ഓഫ് നോളജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കേൾക്കണം. എൻ്റെ ആ വേൾഡ് ഓഫ് നോളജ് എന്ന ചാനൽ ഇപ്പോൾ ഇല്ല. ഇത് എൻ്റെ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലാണ്. എൻ്റെ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. എൻ്റെ ചേട്ടൻ്റെ പേര് റാംജി ഗോവിന്ദ്, എൻ്റെ പേര് ശരൺജി ഗോവിന്ദ്. അതുകൊണ്ട് ഞാനാണ് വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞ് എനിക്ക് അത്ര അവഞ്ചേഴ്സിനെ പറ്റി അറിവൊന്നുമില്ല. എനിക്ക് ഈ ബുക്കിങ്ങിനെ പറ്റിയാണ് അറിവ്. അപ്പോൾ നിങ്ങൾ വേൾഡ് ഓഫ് നോളജ് എന്ന് പറഞ്ഞ് തല പുകയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ചാനൽ തന്നെ കയറി നോക്കിയാൽ എൻ്റെ വീഡിയോ ഒക്കെ കിട്ടുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ പേര് ശരൺജി ഗോവിന്ദ്. നിങ്ങളിപ്പോൾ കാണുന്നത് വേൾഡ് ഓഫ് നോളജ് ആണ്. ഇന്ന് എല്ലാവർക്കും രണ്ട് പ്രത്യേകതകൾ എപ്പോൾ തന്നെ അറിയാം. മസ്റ്റ് പ്രത്യേകത ആണ്. രണ്ടാമത്തെ പ്രത്യേകത അത്താൾക്ക് ഓർമ്മയില്ലായിരിക്കും, പക്ഷെ ഒന്നാമത്തെ പ്രത്യേകത അവൾ മറന്നേ പോകത്തില്ല. ആ പ്രത്യേകതയാണ് ഇന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിന് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. പിന്നെ ശ്രീനാരായണ ഗുരു സമാധി ദിനമാണ്. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. ശ്രീനാരായണ ഗുരുവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് 1, 2, 3 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കിക്കാൻ ഒരു കുഞ്ഞു പ്രസംഗമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. ശ്രീനാരായണ ഗുരു 1856 സെപ്റ്റംബർ 20 ചെമ്പഴന്തിയിലെ വയൽവാടത്തെ വീടിൽ ജനിച്ചു. അച്ഛൻ മാടനാശാൻ, അമ്മ കുട്ടിയമ്മ. ഇവരിവിടെ മകനായി ജനിച്ചു. പഴയ ശരിക്കുള്ള പേര് നാണു. നിങ്ങൾക്ക് ആദ്യം ഇത് കോമഡിയായി തോന്നിയേക്കാം, കാരണം നാണു എന്ന് ആരെങ്കിലും ഒരു പേരിടുമോ എന്ന് ഓർക്കാം. അത് 1800 ആയതുകൊണ്ടൊക്കെയാണ് അവർക്ക് ഇങ്ങനെയുള്ള പേരുകളാണ് അവരിടുന്നത്. അച്ഛൻ മാടനാശാൻ, അമ്മ കുട്ടിയമ്മ. ഇതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ഒറ്റം പറയുന്നത്. ഒന്നുകൂടി പറയാം: അച്ഛൻ മാടനാശാൻ, അമ്മ കുട്ടിയമ്മ. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം, ക്വിസിലൊക്കെ വരും. ശ്രീനാരായണ ഗുരു ഒരു നവോത്ഥാന നായകനാണ്. അദ്ദേഹം സാധുജന പരിപാലക യോഗം അഥവാ SNDP സ്ഥാപിച്ചു. സാധുജന പരിപാലക യോഗത്തിൻ്റെ സെക്രട്ടറി നമുക്ക് അറിയാവുന്ന ഒരാളാണ്. അത് എൻ്റെ അടുത്ത വീഡിയോ ഞാൻ പറയുന്നതാണ് ആരാണ് സെക്രട്ടറി എന്ന്. ഇതിൻ്റെ ഉത്തരം അറിയാവുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. ആ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യണം. എൻ്റെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ അത്. അപ്പോൾ ഈ ക്യൂസിനൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരു മരിച്ചത് വർക്കലയ്ക്കടുത്താണ്. വർക്കലയുടെ ശിവഗിരിയിലാണ് ശ്രീനാരായണ ഗുരു സമാധി ഇരുന്ന് മരിച്ചുപോയി. ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒട്ടേറെ നവോത്ഥാന നായകന്മാരുണ്ട്. അത് ഇന്ത്യക്കകത്ത് എനിക്കറിയാവുന്ന 2 പേരേ ഉള്ളൂ: ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയെ പറ്റി ഞാനൊരു വീഡിയോ തന്നെ ചെയ്തേക്കാം. വീഡിയോ ചെയ്യണം എന്ന് അഭിപ്രായപ്പെടുന്നവരും വീഡിയോ ചെയ്യേണ്ട എന്ന് അഭിപ്രായപ്പെടുന്നവരും താഴെ കമൻറ്റ് ചെയ്തേക്കുക. കൂടുതൽ പേരും ചെയ്യേണ്ടെന്നാണ് ഇടുന്നതിൽ ഞാൻ ചെയ്യത്തില്ല. കൂടുതൽ പേരും ചെയ്യുക ചെയ്യണമെന്നാണ് ഇടുന്നതെങ്കിൽ ഞാൻ ചെയ്യും. അപ്പോൾ ഈ മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനല്ലേ പിറന്ന ഈ നാണു എന്ന പേര് നൽകിയത് അമ്മാവനാണ്. അമ്മാവനെന്ന് വെച്ചാൽ അമ്മയുടെ ചേട്ടൻ ആണ് ഈ നാണു എന്ന പേര് നൽകിയത്. ഞാൻ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഒരു കഥ പറയാം. ആ കഥ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ഈ ശ്രീനാരായണ ഗുരുവിന് ഒരിക്കൽ വസൂരി എന്നറിയാത്തവർ കാണത്തില്ല. എന്തായാലും ഞാൻ പറയാം. വസൂരി എന്ന് പറഞ്ഞ ഒരു മാരക രോഗമാണ്. അതൊക്കെ വരുമ്പോൾ നമ്മുടെ ദേഹത്ത്
എന്ന് വെച്ചാൽ കുത്തുകളൊക്കെ വരും. കുത്തുകൾ ഉപയോഗിച്ച് കുഞ്ഞു കുഞ്ഞ് മുഴകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു മാരകമായ വസൂരി മരണത്തിന് വരെ അത് കാരണമായേക്കാം ചിലപ്പോൾ. ആ വസൂരി ഒരുക്കിയതാണ് ശ്രീനാരായണ ഗുരുവിന് വന്ന് അമ്മാവൻ എല്ലാ വീട്ടുകാരും കാണാതെ ഒരിക്കൽ ഈ ശ്രീനാരായണ ഗുരു ഒരു ക്ഷേത്രത്തിലെ മരത്തണലിൽ പോയി ഇരുന്നു. മഴത്തണലിൽ ഇരുന്ന് ഒരിക്കൽ അവിടെ കിടന്നുറങ്ങി. ആ മഴത്തണലേ ഒരു പ്രത്യേക സ്ഥലത്തായിരുന്നു, ഒരു ദേവീ ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു. കണ്ണ് തുറന്നപ്പോൾ നാണവും അമ്പരന്ന് പോയി. കാരണം വസൂരി മാറി. അങ്ങനെ ഉടനെ നാണു വീട്ടിലേക്ക് ഓടി. അപ്പോൾ അമ്മാവനും അമ്മയും അച്ഛനും ഒക്കെ കണ്ട് അത് അത്ഭുതപ്പെട്ടു. ഒറ്റ രാത്രി കൊണ്ട് ഇവൻ്റെ വസൂരി പോയോ എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. നീ എവിടെ ഇന്നലെ രാത്രി തങ്ങിയേ? അമ്മാവൻ ചോദിച്ചു. ദേവീക്ഷേത്രത്തിനടുത്ത്. ആരാ നിന്നെ ചികിത്സിച്ചേ? ഭഗവതി. ഇത് കേട്ട് എല്ലാവരും അമ്പരന്നു. ശ്രീനാരായണ ഗുരുവിനെ പറ്റി അത്യാവശ്യമാണ് ഞാൻ പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് 6 മിനിറ്റായി. ഇപ്പം ഞാൻ പറഞ്ഞ് നിർത്തുന്നു. ശ്രീനാരായണ ഗുരു 1928 സെപ്റ്റംബർ 21 ശിവഗിരിയിൽ വർക്കലക്കടുത്തുള്ള ശിവഗിരിയിൽ വച്ച സമാധി അടങ്ങി. ആ ദിവസം ഇന്നാണ്. അതുകൊണ്ട് എല്ലാ വർഷവും സെപ്റ്റംബർ 21 ശ്രീനാരായണ ഗുരു സമാധി ദിനം എന്ന് നമ്മൾ പറയും. ശ്രീനാരായണ ഗുരു സമാധി ദിനം. അപ്പോൾ അധികം ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കമൻറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഓർക്കണം. എനിക്ക് ഈയിടെ ഒരു കമൻറ്റ് കിട്ടിയില്ല കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ പക്ഷെ 40 വ്യൂസൊക്കെ ആയി. അപ്പോൾ നിങ്ങൾ ഈ വ്യൂസ് കൂടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അടുത്ത വീഡിയോ കാണണം. മറക്കാതെ ഞാൻ അയ്യങ്കാളിയെ പറ്റി വീഡിയോ ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ പറയാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാര്യയുടെ പേരെന്ത്? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം അതും അറിയാവുന്നവരും കമൻറ്റ് ചെയ്യുക. അത് ഞാൻ വീഡിയോ പറഞ്ഞിരുന്നു. ശ്രീനാരായണ ഗുരു മരിച്ചത് കമൻറ്റ് ചെയ്യുക. ശ്രീനാരായണ ഗുരുവിൻ്റെ അച്ഛൻ്റെ പേര്, ശ്രീനാരായണ ഗുരുവിൻ്റെ അമ്മയുടെ പേര്. ഇത് ശരി ഉത്തരം അയക്കുന്നവർ അതിൻ്റെ അടുത്ത് അവരുടെ ശരി ഉത്തരമൊന്നുമല്ല, ഉത്തരം അയക്കുന്നവർ അതിൻ്റെ അടുത്ത് അവരുടെ പേര് കൂടി കമൻറ്റ് ചെയ്യണം. ശരി ഉത്തരം നൽകിയിട്ടുള്ള എല്ലാവരുടെ പേരും അടുത്ത വീഡിയോ ഞാൻ പറയും. ഇതിൻ്റെ വീഡിയോയുടെ വിന്നറായി ഞാൻ പ്രഖ്യാപിക്കും. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ പേര് ഷൺജി ഗോവിന്ദ്. നിങ്ങൾ ഇത്രയും നേരം കണ്ടത് വേൾഡ് ഓഫ് നോളജ് ആണ്.